ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ വനവാസകാലത്ത് ഇന്നത്തെ പെരളശ്ശേരിയിൽ തങ്ങുകയും ഭക്തജനരക്ഷയ്ക്കായി ഭഗവാൻ ശ്രീരാമനും സീതാദേവിക്കും തത്തുല്യമായ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് ശ്രീ ഹനുമാൻ ശ്രീരാമനോട് അപേക്ഷിച്ചു. ശ്രേഷ്ഠമായ ശില കണ്ടെത്താൻ സരയൂ നദിയിൽ പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ മടങ്ങിയെത്താനായില്ല. ശ്രീരാമചന്ദ്രൻ തൻ്റെ പെരുവള ഊരി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പെരുവളശ്ശേരി എന്നറിയപ്പെടുന്ന പ്രദേശം പിന്നീട് ലോപിച്ച് പെരളശ്ശേരിയായി മാറി. വള്ളി പെരണെ സുബ്രഹ്മണ്യ വിഗ്രഹവുമായി മടങ്ങി വരാൻ വൈകിട്ടുള്ള ശ്രീ ഹനുമാന്റെ പശ്ചാത്താപവും വിവശതയും കണ്ടിട്ട് ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുകയും ഒരു ചൂട് വടക്കുമാറി ഹനുമാൻ കൊണ്ടുവന്ന വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മർക്കടൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമായതിനാൽ ഇതിനെ മർക്കടശ്ശേരി എന്നും പിന്നീട് ഇത് ലോപിച്ച് മർക്കേരി എന്നും അറിയപ്പെട്ടു. പെരളശ്ശേരിയിൽ വരുന്നവർ ഇവിടെയും വന്ന് ദർശനം ചെയ്യണം എന്നാലാണ് ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹനുമാൻ സ്വാമി അഭിഷേകത്തിനായിട്ട് വാലുകൊണ്ട് സൃഷ്ടിച്ച ഒരു കുളവും നമുക്കിവിടെ കാണാൻ സാധിക്കും. മക്രേരി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ. സ്വാമികളുടെ ഒരു മ്യൂസിയം നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള അവാർഡുകളും വിന്നിംഗ് പുരസ്കാരങ്ങളും എല്ലാം അതിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊട്ടിയൂർ യാത്രയിൽ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു കവർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ അമ്പലങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്ക് നമുക്ക് പറയാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ ഓരോ അമ്പലത്തിൽ ദർശനം നടത്തി പോരുന്നുണ്ടായിരുന്നത്. പറശ്ശിനിക്കടവിന് ശേഷം നമ്മൾ രാജരാജേശ്വരി ടെമ്പിളിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ വെളുപ്പിന് എഴുന്നേറ്റ് കൊട്ടിയൂർക്ക് പോകാനുള്ളത് കൊണ്ട് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളുടെ റൂമിലേക്ക് പോയി. ഇനിയിപ്പോൾ നാളെ